ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു എന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ കേൾക്കുന്നു. തിരുവചനം പറയുന്നു, ഇന്ന് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുന്നത് കൊണ്ട്, എൻ്റെ വചനം കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ വചനം കേട്ട് ശുദ്ധിയുള്ളവരായി തീരുമ്പോൾ ദൈവം നമ്മിലും നമ്മൾ ദൈവത്തിലും വസിക്കുവാനിടയാകും. ശുദ്ധിയുള്ളവരായി തീർന്നില്ല എങ്കിൽ ഒരിക്കലും ദൈവം നമ്മിലും നമ്മൾ ദൈവത്തിലും വസിക്കുവാൻ കഴിയാത്ത ഒരനുഭവമാകും. കർത്താവ് നമ്മളിൽ വസിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സന്തോഷം പൂർണ്ണമായി വരികയുള്ളൂ എന്ന് യോഹന്നാൻ 15:7 നമുക്ക് വായിപ്പാൻ കഴിയുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്തോഷം നമ്മളിൽ പൂർണ്ണമാകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിന്, കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിന്, കടന്നു വരുവാൻ കഴിയാതെ ഏത് സാഹചര്യത്തിലാണോ ആയിരിക്കുന്നവരെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവം ഇട നൽകേണ്ടതിനായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം, യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരം നൽകുമാറാകട്ടെ. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമത്താൽ ഉയർത്തട്ടെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് നമ്മുടെ ആലയത്തെക്കുറിച്ച് പറയുന്നത് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ആലയമെന്നാണ്. യാക്കോബിൻ്റെ ആഗ്രഹം, യാക്കോബിൻ്റെ ഉടമ്പടി, യാക്കോബിൻ്റെ ഉയർച്ച, യാക്കോബിൻ്റെ ജീവിതത്തിൽ നടന്ന വിടുതലുകൾ നടത്തുവാനായിട്ട് ഭൂമിയിൽ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്നും ആ ലോകത്തിലേക്ക് വന്ന കർത്താവ് തൻ്റെ ശരീരത്തെ സഭയായി നമുക്ക് നൽകിയെന്നും അതിനകത്ത് സഭയായി നൽകുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ ആ സഭ പരിഹരിക്കപ്പെടുമെന്നും ആണ് തിരുവചനം പറയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വരുവിൻ നമുക്ക് യാക്കോബിൻ ഗൃഹത്തിലേക്ക്, ഒന്ന് വായിച്ചേ, അതിൻ്റെ മുകളിലത്തെ വാക്യം നോക്കണമേ. അവിടെ എഴുതിയിരിക്കുന്ന വരുവിൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറിച്ചല്ല. അപ്പം യാക്കോബാണ് ശരിക്കും പറഞ്ഞാൽ ആലയത്തിൻ്റെ അടിസ്ഥാനത്തിന് കാരണം. നമുക്കറിയാം, യാക്കോബ് അപ്പനായിരിക്കുന്ന ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹം വാങ്ങി എന്തിനാണ് പോയത്? ഒരു പെണ്ണെടുക്കാനാണ് പോയത്. അവിടെ ജോലിക്കാരനായിട്ടല്ല പോയത്. കാരണം യേശാവ് ഹിത്യയ സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ട് വന്നതുകൊണ്ട് ഇസഹാക്കിനും റിബേക്കയ്ക്കും മനോദുഃഖമായി. ആ മനോദുഃഖമിന് യാക്കോബ് കൂടെ ഏതെങ്കിലും ഹിത്യയ സ്ത്രീകളെ വിവാഹം ചെയ്തുകൊണ്ട് വന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, തനിക്ക് മനോവ്യസനം കൂടുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ യാക്കോബിനോട്, ഹല്ലേലൂയ, സ്തോത്രം, റിബേക്കയും ഇസഹാക്കും കൂടെ പറയുകയാണ്, നീ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോയി ഒരു പെണ്ണ് എടുക്കാൻ പറഞ്ഞ് അനുഗ്രഹിച്ച് വിടുകയാണ്. അനുഗ്രഹിച്ച് വിടുന്നു. ഈ അനുഗ്രഹിച്ച് വിടുമ്പോൾ നമുക്കറിയാം, ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ഏത് സ്ഥലത്ത്? ഏത് സ്ഥലത്ത്? ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ഇത് ഏത് സ്ഥലം? യാക്കോബ് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ബേഥേൽ എന്ന് വിളിച്ചു.
അപ്പൊ ഇത് ഏത് സ്ഥലമായിരിക്കണം? പ്രൈസ് ദി ലോർഡ്. അബ്രഹാം തന്നെ മുത്തച്ഛനായ അബ്രഹാം യാഗപീഠം പണിത സ്ഥലം. ഉൽപ്പത്തി പുസ്തകം 12:8. എൻ്റെ അപ്പനായിരിക്കുന്ന അബ്രഹാം ഹായിക്കും ബഥേലിനും ഇടയ്ക്ക് യാഗപീഠം അടിച്ചു, അല്ലേ? അവിടെ പാർത്തു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യാദർച്ഛികമായിട്ടാണ് യാക്കോബ് വന്നെങ്കിലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. എവിടെ കൊണ്ടുവരണം ഇവനെ? ഹല്ലേലൂയ. അപ്പൂപ്പൻ പണിത യാഗപീഠത്തിനകത്ത് ഇവനെ കൊണ്ടുവരണം. അപ്പൂപ്പൻ പണിത യാഗപീഠത്തിനകത്ത് ഇവനെ എത്തിക്കണം. പക്ഷെ യാക്കോബിന് അറിയില്ല. കാരണം ആ പട്ടണം ഇന്ന് എന്തായി മാറിക്കിടക്കുന്നു? ലൂസായി മാറിക്കിടക്കുന്നു. ലൂസ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചരിത്ര പശ്ചാത്തലം നമ്മൾ പഠിച്ചാൽ കള്ളന്മാരുടെ ഏരിയയാണ്. ആർക്കും അതുവഴി കടന്നു പോകാൻ പറ്റാത്ത ഒരു അനുഭവത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമെന്നാണ് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, എനിക്കറിയില്ല. അപ്പോൾ ആ സ്ഥലത്തെത്തി. അപ്പോൾ അബ്രഹാം ആല്യാസദ്ര കൂടാരം അടിച്ച യാഗപീഠം അടിച്ച സ്ഥലം ഇപ്പം എന്തായി മാറി കിടക്കുന്നു? കള്ളന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നത്. അതാണ് നമ്മുടെ അരുമനാഥനായ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇസ്രായേൽ ഗ്രഹത്തിലേക്ക് തന്നെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പക്ഷേ ഇസ്രായേൽ ഗ്രഹം ഇന്ന് എന്തായിരിക്കുന്നു? ചെന്നായ്ക്കളെ പോലെ ഇരിക്കുന്നു. ഒരു സമയത്ത് ദൈവമക്കളായിരുന്നത് വരെ ഇന്ന് ഏത് നിലവാരത്തിൽ ജീവിക്കുന്നു? ചെന്നായിയുടെ അനുഭവം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. മലിനവും ശുദ്ധവും തമ്മിൽ വേർതിരിക്കില്ല ഇവര് എന്നാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. കിട്ടിയാക്കല്ലേ? 22 22 26 വായിച്ച യെഹെസ്കേൽ 22 കണ്ട ചെന്നായിയുടെ സ്വഭാവമാണ്. ന്യായപ്രമാണത്തെ അശുദ്ധമാക്കുന്നു, ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കണില്ല. മലിനവും നിർമ്മലവുമായിരിക്കുന്നതിൻ്റെ ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല. ഇതാണ് ദൈവമക്കളുടെ ഇന്നത്തെ സ്ഥിതി. ഇത് തന്നെയാണ് അബ്രഹാം അടിച്ച കൂടാരത്തിൽ, അപ്പൂപ്പനായ അബ്രഹാം അടിച്ച കൂടാരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാക്കോബിന് യാദർച്ഛികമെന്ന് തോന്നിയാലും ദൈവം അവനെ എന്ത് ചെയ്തു? ആ സ്ഥലത്ത് കൊണ്ടുവന്നു. അപ്പൊ യാക്കോബിന് ഇത് യാദർച്ഛികമായിരിക്കാം, പക്ഷെ ദൈവത്തിന് എന്തല്ല? യാദർച്ഛികമല്ല, ഇത് സംഭവിക്കാനുള്ളതാ. അവിടെ കൊണ്ടുവന്നിട്ട് യാക്കോബിന് ഒരു ഗോവേണിപ്പടി കാണിച്ചു കൊടുത്ത്, നമുക്കറിയാം സ്വർഗത്തിലെത്തുന്നു, ദൂതന്മാർ കയറി ഇറങ്ങി ചെയ്യുന്നതാ. അങ്ങനെ ഒരു സംഭവം കാണിച്ചു കൊടുത്തിട്ട് യാക്കോബിനോട് പറയാണ്, എടാ ഇത് നിനക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്. കാര്യം ഈ സ്ഥലം ആദ്യം അവകാശമാക്കിയത് ആര്? നിന്റെ അപ്പൂപ്പൻ. ഇത് നിനക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്. ഇവിടമാണ് ഞാൻ നിന്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും ശാശ്വതമായി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. ഈ സ്ഥലത്ത് നിന്ന് നീ എങ്ങോട്ട് തിരിച്ചു പോയാലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അപ്പം നമ്മളെ വിശ്വാസികൾക്ക് പറ്റിക്കിടക്കുന്ന ഏറ്റവും വലിയൊരു അബദ്ധം ഇതാ. അവർ ഇന്ന്
ഒരിടത്ത് ആരാധിക്കും, നാളെ വേറൊരിടത്ത് ആരാധിക്കും, മറ്റന്നാൾ വേറൊരിടത്ത് പോകും. പക്ഷെ എവിടെ നിന്ന് പുറപ്പെട്ടാലേ ദൈവം കൂടെ ഇരിക്കുള്ളൂ. എവിടെയാണോ നിന്നെ ഒരുക്കപ്പെട്ടത്, എവിടെയാണോ നിന്നെ തിരഞ്ഞെടുത്തത്, അവിടെ നിന്ന് നീ പുറപ്പെടുമ്പോൾ മാത്രമേ നിന്നോട് കൂടെ ദൈവം ഇരിക്കുകയുള്ളൂ. നിന്റെ സന്തതി പരമ്പരകൾക്ക് അത് അവകാശമാക്കി കൊടുക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് പറ്റിക്കിടക്കുന്നത് ഏതെങ്കിലും പാസ്റ്റർ വരും, അവരോട് ഗുസ്തി പിടിച്ചിട്ട് നമ്മൾ കുറേ ദിവസം എങ്ങോട്ട് പോകും? ഒരു കാലത്തും കുടം പിടിക്കില്ല. പാസ്റ്ററല്ല വിശ്വാസിയല്ല മാറിപ്പോകേണ്ട പാസ്റ്ററാണ്. പാസ്റ്ററാണ് കൂടാരം മാറി അടിക്കേണ്ടത്, വിശ്വാസിയല്ല. ആണോ? പക്ഷെ വിശ്വാസി എന്ത് ചെയ്യും? കൂടാരം മാറ്റിയടിക്കും. ആ കുടുംബത്തിനകത്ത് വന്ന് വീഴുന്നത് പോലുള്ള ശാപം, പ്രിയ ദൈവമക്കളെ, മറ്റ് ജാതികൾക്ക് പോലും അതുണ്ടാകില്ല. നിങ്ങൾ മനസ്സിലായ? യോബ് പറയുന്നു, 14-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. യോബിന്റെ പുസ്തകം 14:7. വേഗത്തിൽ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. കണ്ട, ഒരു വൃക്ഷത്തെ വെട്ടിമുറിച്ചാൽ അതിൻ്റെ മൂട് അവിടെയുണ്ട്, ഇല്ലേ? അതിൻ്റെ വേരവിടെയുണ്ട്. അതിൽ നിന്ന് പൊട്ടി മുളയ്ക്കും. പക്ഷേ ഈ വേരില്ലെങ്കിൽ എവിടെ നിന്ന് പൊട്ടി മുളയ്ക്കും? ഇവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശ്വാസി നേരെ എവിടെ പോവുകയാണ്? വേരോടെ കൂടും പറിച്ചോണ്ട് വേറൊരു സ്ഥലത്ത് പോവുകയാണ്. വേരിവിടെ ഉണ്ടാ? വേര് ഇവിടെ ഉണ്ടെങ്കിലല്ലേ പൊടിക്കുള്ളൂ. കുറേ ദിവസം എവിടെയെങ്കിലും കൊണ്ടുപോയി വേരും നട്ടിട്ട് ഇവിടെ ഇവിടെ കിടക്കണ വേര് പൊടിക്കായി. ഇവിടെ തിരിച്ചു വന്നാൽ അത് എന്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ? ഇല മാത്രമേ ഉണ്ടാവൂ. പടർന്നു നിൽക്കും. പക്ഷെ അതിൻ്റെ വേരോടെ ഉണങ്ങിപ്പോകാൻ ദൈവം ശപിച്ചു കഴിഞ്ഞു. അത് ഇലയോടെ പടർന്നു കിടക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നോക്ക്, അബ്രഹാം അവിടെ നിന്ന് വിട്ടുപോയപ്പോൾ അബ്രഹാമിനെ തിരിച്ചവിടെ കൊണ്ടുവന്നില്ല. നിങ്ങളത് മനസ്സിലാക്കണം. അബ്രഹാമിനോടൊരു വാഗ്ദത്തമുണ്ട്. എന്ത് വാഗ്ദത്തം? എന്ത് വാഗ്ദത്തം? അബ്രഹാം തനിക്ക് സ്വയം അതിരുവെച്ച മനുഷ്യനാണ്. എന്താ അതിരുവെച്ചത്? തനിക്ക് അതിരുവെച്ച മനുഷ്യൻ. എന്താ അബ്രഹാം തനിക്ക് അതിരുവെച്ചത്? എന്താ അതിരുവെച്ചത്? എനിക്ക് 90 വയസ്സായി, 100 വയസ്സായി, എനിക്കിനി മക്കളൊന്നും വേണ്ട, എനിക്ക് മക്കള് വേണ്ട. ഇസ്മായിൽ എൻ്റെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. കാര്യം എനിക്ക് പ്രായം കഴിഞ്ഞു, എനിക്കിനി ഒരു സുഖങ്ങളും വേണ്ട, എനിക്ക് ഒരു ഇൻപവും വേണ്ട, എനിക്ക് മക്കളും വേണ്ട. സ്വയം അതിര്, തൻ്റെ ആരോഗ്യത്തിൽ സ്വയം അതിര് വെച്ച മനുഷ്യൻ ഇല്ലേ? തന്നെ ദൈവം കൊടുത്ത ആരോഗ്യത്തിൽ അതിര് വെച്ച മനുഷ്യൻ. എന്നാൽ ദൈവം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചോ. ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന്, ആരയിൽ നിന്ന്? സാറയിൽ നിന്ന് ഉത്ഭവിച്ചോ? അബ്രഹാം ജീവിച്ചിരുന്ന സമയത്ത് ഉത്ഭവിച്ചോ? ഉത്ഭവിച്ചോ? ഇല്ല. വാഗ്ദത്തം നിറവേറിയോ? ഇനി ആരിൽ നിറവേറണം? യാക്കോവിൽ നിറവേറണം. ഞാനത് വളഞ്ഞു ചുറ്റി വരാം. എങ്കിലും ആ നിറവേറിയ വാക്യം വായിച്ചോ. ഉൽപ്പത്തി 35-ന്റെ 10-ഉം 11.
ആ ആ ആ ആ ആ ആ ആ കേട്ടാ. ഇത് ആർക്ക് കൊടുത്ത വാഗ്ദത്തം? അബ്രഹാമിന് കൊടുത്തത്. ഇത് യാക്കോബിൽ നിറവേറണമെങ്കിൽ യാക്കോബ് എവിടെ വരണം? ബേഥേലിൽ വരണം. ഇവിടെയാ വിഷയം. അപ്പന് കൊടുത്ത വാഗ്ദത്തം നിറവേറണമെങ്കിൽ അല്ല, ഇസഹാക്കിൽ നിറവേറിയില്ല. ഇസഹാക്കിൽ എന്തുകൊണ്ട് നിറവേറിയില്ല? ഇസഹാക്ക് എവിടെയാ പാർക്കുന്നത്? ഇസഹാക്ക് മരിക്കാൻ സമയത്തിന് എവിടെ പാർത്തു? ഉൽപ്പത്തി 28:10 വേഗത്തിൽ വായിക്കും. അപ്പൊ ഇസഹാക്ക് അനുഗ്രഹിച്ചയച്ച സ്ഥലമാണ് യാക്കോബിന്. എവിടെ? ബെർശേവയിൽ. ഇസഹാക്ക് ബഥേലിൽ വന്നെങ്കിൽ ഇസഹാക്കിന് കിട്ടുമായിരുന്നു അനുഗ്രഹം, വാഗ്ദത്തം കിട്ടുമായിരുന്നു. പക്ഷേ ഇസഹാക്ക് എവിടെ വന്നില്ല? ബഥേലിൽ വന്നില്ല. ഇന്നും പലരുടെയും മക്കളും ഇങ്ങനെയാണ്, കറങ്ങി നടക്കേ ഉള്ളൂ. അനുഗ്രഹം വാങ്ങണമെങ്കിൽ, വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ എവിടെ തന്നെ നീ വരണം? എവിടെ വെച്ചാണോ നിന്റെ അപ്പൂപ്പനോട് ദൂത് പറഞ്ഞത്? എവിടെ വെച്ചാണോ നിന്റെ അപ്പൂപ്പനോട് ദൂത് കൈമാറിയത്? ആ സ്ഥലത്ത് വന്നാൽ തന്നെ പിടികിട്ടിയ. അതിന് യാദർച്ഛികമായിട്ടെങ്കിലും യാക്കോബിനെ അല്ല ഹാരാനിലേക്ക് പുറപ്പെട്ടപ്പോൾ ബഥേലിൽ വരുത്തി. ദൈവം വരുത്തിയിട്ട് ആ സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ, അബ്രഹാമിന് സൂര്യൻ അസ്തമിച്ചു. എന്ത് പറ്റി? അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരിക്കൽ സൂര്യൻ അസ്തമിച്ചു. എന്ത് കിട്ടി? ശാപം കിട്ടി. പക്ഷെ ഇവിടെ യാക്കോബിന് സൂര്യൻ അസ്തമിച്ചപ്പോൾ എന്ത് കിട്ടി? വാഗ്ദത്തം വീണ്ടും നിവർത്തിക്കുന്നു. മനസ്സിലായ? അപ്പൊ നമ്മളിലൊരു വാഗ്ദത്തം വീഴുന്നിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ എവിടെ തന്നെ നമ്മൾ എത്തണം? ബഥേലിലെത്തിയേ മതിയാവും. ബഥേലിലെത്തിയേ മതിയാവും. അവിടെ എത്തിയില്ല എങ്കിൽ അവൻ്റെ തലമുറകൾ അനുഭവിക്കാൻ പോകുന്ന പെടാപ്പാട് നിങ്ങൾ ഓർക്കണമെന്നാണ് യാക്കോബിൻ ഗൃഹത്തിലുള്ള, പള്ളിക്കകത്തുള്ള, ആലയത്തിനകത്തുള്ള വാഗ്ദത്തം. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം, യാക്കോബ് ഉറക്കമുണർന്നു, എണീറ്റു. ഉൽപ്പത്തി 28:16 തൊട്ട് 22 വരെയുള്ള വാക്യമാര്. അപ്പൊ യാക്കോബ് എങ്ങനെയാണ് വന്ന് കിടന്നത്? ദൈവം സ്ഥലത്തുണ്ട്, പക്ഷെ അവൻ അറിയാതെ വന്ന് എന്ത് ചെയ്തു? നമ്മളാരും അറിഞ്ഞും കൊണ്ട് എടുത്ത് ചാടിയതല്ല, അറിയാതെ വന്ന് എന്ത് ചെയ്യണതാണ്? വീണതാണ്. അറിയാതെ വന്ന് കിടന്നു, അറിഞ്ഞോണ്ടല്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഈ സ്ഥലത്തുണ്ട്, ഇതെത്ര ഭയങ്കരം, ഞാനോ അത് അറിഞ്ഞില്ല. അടുത്ത് യാക്കോബ് ഭയപ്പെട്ടു, പക്ഷെ അബ്രഹാം ഭയപ്പെട്ടു, തെറ്റ് ചെയ്തതുകൊണ്ട്. ഉൽപ്പത്തി 15:11 അബ്രഹാമും ഭയപ്പെട്ടു. എന്തുകൊണ്ട്? തെറ്റ് ചെയ്തതുകൊണ്ട്. ഇവിടെ യാക്കോബ് ഭയപ്പെട്ടു. എന്തുകൊണ്ട്? ദൈവം ഈ സ്ഥലത്തുണ്ടെന്ന് അറിയാത്തതുകൊണ്ട്. രണ്ട് ഭയങ്ങളുടെയും വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം അറിഞ്ഞിട്ട് തെറ്റ് ചെയ്യണവനുമുണ്ട്, അറിയാതെ തെറ്റ് ചെയ്യണവനുമുണ്ട്. അറിഞ്ഞിട്ട് തെറ്റ് ചെയ്യണവന് ആടിക്കൂടും,
അറിയാതെ തെറ്റ് ചെയ്യണവന് അയ്യോ അറിയാതെയാണ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? തെറ്റ് ശിക്ഷ കുറയും. അറിഞ്ഞിട്ട് തെറ്റ് ചെയ്യുന്നവർ, യാക്കോബ് പറയുന്നത് ഭയപ്പെട്ടു, അറിയാതെ വന്ന് പെട്ടു ഞാൻ. നോക്ക, ഭയപ്പെട്ടിട്ട് അവൻ പറയാണ് ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ അങ്ങ് ഉറപ്പിച്ചു. വാതിലാര്? ക്രിസ്തു. ഈ വാതിലിൽ കൂടെ ഇനി എന്നെ കൊണ്ടുപോകും. എനിക്ക് രാവിലെ വാതിൽ തുറന്നു തരും. എനിക്ക് ദൂതന്മാരെ കാവലേൽപ്പിക്കും. എൻ്റെ മുൻപടയായി പോകും. ഇനി ഞാൻ ഒന്നിലും ഭയപ്പെടണ്ട എന്ന് അവൻ അങ്ങ് തീരുമാനിച്ചു. മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങ് ഉറപ്പിച്ചു. ഇനി എനിക്ക് എന്തില്ല? ഒന്നിലും ഭയം ഇല്ല. കാരണം രാവിലെ വാതിൽ തുറന്നു തരാൻ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ദൂതന്മാരോട് പറഞ്ഞിട്ടുണ്ട്, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകും. ഈ ഉറപ്പ് അവനുണ്ടായി. നോക്കണമേ, ആ സ്ഥലത്ത് ആ കല്ലിൻ്റെ പുറത്ത് എണ്ണ എടുത്തൊഴിച്ച് ഇസ്രായേൽ മക്കളോട് ആദ്യം എണ്ണ കൊണ്ടുവരാൻ പറഞ്ഞത് എവിടെയാണ്? എന്തിനു കൊണ്ടുവരാൻ പറഞ്ഞു? വീട്ടിലേക്ക് ഇടിച്ചെടുത്ത് തെളിവുള്ള ഒലിവെണ്ണ ആദ്യം എവിടെ കൊണ്ടുവരണം? ആലയത്തിൽ കൊണ്ടുവരണം. എന്തിന്? വിളക്ക് നിരന്തരം, അല്ലാതെ പാസ്റ്ററല്ല വിളക്ക് കത്തിക്കേണ്ടത്. ആദ്യത്തെ ചെലവ് എന്തിനു ചെയ്യണം? ആലയത്തിലെ വിളക്ക് കത്തണതിന് കൊണ്ടുവന്ന് കൊടുക്കണം. ഇല്ലാതെ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് തെളിഞ്ഞിട്ട് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊരു ശാപത്തിൻ്റെ കെട്ടിലേക്ക് പോകും. ആദ്യം ഇടിച്ചെടുത്ത ഒലിവെണ്ണ, അതും തെളിവുള്ള ഒലിവെണ്ണ, കലർപ്പില്ലാത്ത എണ്ണ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എവിടെ കൊണ്ട് കൊടുക്കണം? ഇത് പാസ്റ്റർ അടച്ചോളണം, കറണ്ട് ബില്ല് വേണമെങ്കിൽ. പിന്നെ കത്തും. നമ്മൾ അറിയാതെ നമ്മൾ ശാപഗ്രസ്തരാകുന്നു പല കാര്യത്തിലും. മനസ്സിലായില്ലേ? നമ്മൾ പോലും അറിയാതെ നമ്മൾ ശാപഗ്രസ്തരായി മാറിക്കൊണ്ടിരിക്കുന്നു. യാക്കോബ് ആദ്യമെടുത്ത ആ എണ്ണയെടുത്ത് താൻ നിറത്തിയ കല്ലിൽ ഒഴിച്ചു. അടുത്ത് ഒന്ന്, ദൈവം എന്നോടുകൂടെ ഇരിക്കണം. ഈ വാക്കാര് എപ്പോൾ ലാസ്റ്റിൽ പറഞ്ഞു? നമ്മുടെ അരുമനാഥനായ കർത്താവിൻ്റെ അന്ത്യവാക്ക്, ലോകാന്ത്യത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. എണ്ണ ഒഴിച്ചാ? എണ്ണ നീ ഒഴിച്ചാ? യാക്കോബിന്റെ ആദ്യത്തെ ആവശ്യം, നീ എന്നോടുകൂടെ ഇരിക്കണം. എണ്ണ ഒഴിച്ചവനെ അത് ആവശ്യപ്പെടാൻ പറ്റൂ. എണ്ണ ഒഴിക്കാത്തവൻ അത് ആവശ്യപ്പെടാൻ പറ്റില്ല. കിട്ടിയ എണ്ണ ഒഴിച്ചവൻ ആവശ്യപ്പെടാം. എണ്ണ ഒഴിക്കാത്തവൻ എങ്ങനെ ആവശ്യപ്പെടാൻ പറ്റും? നീ എന്നോടുകൂടെ ഇരിക്കണം. അടുത്ത്, ഞാൻ ഇപ്പോൾ ഒരു യാത്ര പോകാൻ പോവുകയാണ്. എന്തിനാ പോണത്? യാക്കോബ് എന്തിനാ പോണത്? പെണ്ണ് കെട്ടായി. ഈ യാത്രയിൽ നീ എന്നോടുകൂടെ ഇരിക്കണം. അമ്മയ്ക്കും അപ്പനും വ്യസനമില്ലാത്തൊരു പെണ്ണ് കെട്ടാനാണ് ഞാൻ പോണത്.
അവർക്ക് ദുഃഖം വരുത്താത്ത ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവരണം. അവരെ സേവിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ടുവരണം. അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ടുവരണം. അവരുടെ അന്ത്യകാലഘട്ടത്തിൽ ഉപകരിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ടുവരണം. ഇതിനാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ യാത്രയ്ക്ക് നീ എന്നോടുകൂടെ ഇരിക്കണം. പല ബന്ധക്കോസുകാരൻ്റെ വീട്ടിൽ എന്തില്ല ഇന്ന്? മോൻ പെണ്ണ് കെട്ടി കൊണ്ടുവരും, കുതിരവാല് പോലെ നീക്കണ്. കൂടെ ഉണ്ടാ കൂടെ? എടാ, എണ്ണ ഒഴിച്ചത് ശരിയാണെന്ന് ആദ്യം നോക്ക്. നമ്മൾ പല കാര്യത്തിലും പ്രിയ ദൈവമക്കളെ ചതിക്കപ്പെടുന്നു. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് നീ ആവശ്യപ്പെട്. നീ എന്നോടുകൂടെ ഇരിക്കണം. ഞാനിപ്പോ പോകുന്ന യാത്ര എനിക്ക് എന്താക്കി തരണം? സുഖകരമായിരിക്കണം, ശുഭമായിരിക്കണം. നോക്കണമേ. അല്ല, ഞാൻ പെണ്ണേട്ടി കൊണ്ടുവന്നിട്ട് അവക്ക് ഭക്ഷിക്കുക ആഹാരം കൊടുക്കാൻ വല്ലൊരിടത്തും തെണ്ടരുത്. അപ്പാ ശമ്പളം കിട്ടിയാ ഇത് പറ എടുക്കാനേ? തെണ്ടട സ്വഭാവം. അമ്മ ഉണ്ടാ? അപ്പൻ്റെ അമ്മേരെ ഒന്ന് പിടിച്ചു പറിക്കണം സ്വഭാവം. യാക്കോബ് നേർച്ച നേർന്നിട്ട് ആദ്യം പറഞ്ഞ സെന്റൻസ് ഇതാ: ഞാൻ പെണ്ണ് കെട്ടിയിട്ട് വരുമ്പോ അവക്ക് ആഹാരം കൊടുക്കണം, അവക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, അതിനുള്ള പ്രാപ്തി എനിക്ക് തരണം. ആലയത്തിനകത്ത് കിടക്കുന്ന അനുഗ്രഹം നീ മനസ്സിലാക്കണം ആദ്യം. മനസ്സിലായില്ലേ? ആലയത്തിനകത്ത് കിടക്കുന്ന അനുഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആലയത്തിനകത്ത് വരണം. അതിനുള്ള പ്രാപ്തി എനിക്ക് തരണം. അടുത്ത ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എന്ത് ചെയ്യണം? ആരോഗ്യം ക്ഷയിച്ച് വടി പോലെ പ്രബോധനം നഷ്ടപ്പെട്ടവനായിട്ട്, പലരുടെ ഉപദേശം കേൾക്കാത്തവനായിട്ട്, സമ്പത്ത് നഷ്ടപ്പെട്ടവനായിട്ട്, ആരോഗ്യം ക്ഷയിച്ചവനായിട്ടല്ല ഞാൻ മടങ്ങി വരേണ്ടത്. എവിടെയെങ്കിലും ഈ വാക്യം വായിച്ചിട്ടുണ്ടോ? സാദൃശ്യവാക്യത്തിൽ കിടപ്പുണ്ട്. അങ്ങനെയല്ല ഞാൻ മടങ്ങി വരേണ്ടത്. ഞാൻ ആരോഗ്യമുള്ളവനായിട്ട് മടങ്ങി വരണം. അതിന് യാക്കോബ് വരെ കണ്ടോ തീരുമാനം. എൻ്റെ അപ്പൂപ്പന് പലപ്പോഴും ക്ഷാമം വന്ന് ഓടിയിട്ടുണ്ട്. ഓടിയില്ലേ? ഓടിയാ? മിസ്രൈമിൽ ഓടി. അവിടെ വെച്ച് ലോകത്തിൽ നടക്കാൻ പാടില്ലാത്ത ഗതികെട്ടവനായി അബ്രഹാം മാറി. അടുത്ത അമാലേക്കൻ്റെ അടുത്ത് പോയി. അവിടെയും അവൻ എന്ത് ചെയ്തു? നിന്ദിക്കപ്പെട്ടു. ഈ ഒരു അനുഭവത്തിൽ ഞാനാകരുത്. നീ എനിക്ക് ദൈവമായിരിക്കണം. നീ എനിക്ക് ദൈവമായിരിക്കണം. നമ്മൾ വല്ലയിടത്തും കയറി തെണ്ടി നടന്നിട്ട് ഭിക്ഷ അയക്കുമ്പോൾ അത് 100 തരുമോ 500 തരുമോ എന്ന് ചോദിച്ച് നടക്കുമ്പോൾ നമ്മളെ ദൈവം അല്ല. ദൈവമായിട്ടില്ല. മനസ്സിലായ? നമ്മളിൽ വ്യാജ ആത്മാവ് കയറിയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം? പോട്ടെ, അത് ഇവിടെ വിശദം ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ വേദപുസ്തകം വായിച്ചാൽ മാത്രം പോരാ, ഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനകത്തടങ്ങിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ വ്യാജത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കയറിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റൂ. അതുവരെ അറിയാൻ പറ്റില്ല. അതുവരെ ആയിരിക്കും നമ്മളതിലിരിക്കുന്ന ആത്മാവ് എന്താണ്? കറക്റ്റാണ്. ഇനി ഒരു തെറ്റും അതിനകത്ത് വരാനില്ല. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ അപ്പൂപ്പന് വന്ന വീഴ്ച എനിക്ക് വരരുത്, അല്ലേ?
എൻ്റെ അപ്പൂപ്പ ആല്യാസ്വദ്രം എൻ്റെ അല്ല, എൻ്റെ അപ്പൂപ്പൻ്റെ കാര്യമല്ല പറയുന്നത്. പല ബന്ധക്കോസുകാരുടെയും പൂർവ്വ പിതാക്കന്മാർ അല്ല വീട്ടിൽ ചെലവിന് പൈസ കൊടുക്കാൻ നിവർത്തിയില്ലാതെ ഭാര്യയെ വഴക്ക് പറഞ്ഞും മക്കളിട്ട് കുത്തിയും വേദനിപ്പിച്ചും ആയിരുന്ന ബന്ധക്കോസ് പാസ്റ്റർമാരെ ആ അനുഭവം എനിക്ക് വരരുത്. യാക്കോബിൻ്റെ തീരുമാനമാണ്. ആ അനുഭവം എനിക്ക് വരരുത്. അടുത്ത കാര്യം കണ്ട, ഇത്രയും നടക്കുമെങ്കിൽ ഈ കല്ലെന്താകും? ദൈവത്തിൻ്റെ ആലയം, ക്രിസ്തുവിൻ്റെ ശരീരമായി മാറും. അതിനവൻ കൊടുക്കാന്ന് പറഞ്ഞ കാര്യം. അടുത്ത കാര്യം, ഇവിടെയാണ് ഒരു പൂട്ട്. നീ എനിക്ക് തരുന്ന സകലത്തിലും. വീട്ടിൽ കുറയാൻ പാടില്ലാത്ത ഒരു സാധനത്തിൻ്റെ പേര് പറ. ഒരിക്കലും കുറയാൻ പാടില്ലാത്ത സാധനം. ഉപ്പ്. വീട്ടിൽ ഒരിക്കലും കുറയാൻ പാടില്ലാത്ത സാധനം. എല്ലാ യാഗത്തിലും ചേർക്കുന്ന സാധനം. ഇത് തൊട്ട് എവിടെ വരണം? ഇല്ലാത്തത് കരഞ്ഞും വിളിച്ചും ചട്ടി ഒഴിഞ്ഞും ചട്ടി ചുരുങ്ങിയും ചട്ടിയിൽ പറണ്ടിയും ഒക്കെ തന്നെ പോവും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൂപ്പന്മാർ ചോദിക്കും, എന്തരിട്ട് പറഞ്ഞിട അവിടെ? ചട്ടിയിൽ സാധനം ഉണ്ടെങ്കിലല്ലേ കിട്ടും. മറ്റത് തവിയും ചട്ടിയും കൂടെ എന്ത് ചെയ്യുന്നു? കൂട്ടി മുട്ടുമ്പോൾ ഒരു സൗണ്ട്. ഇത് ഞാൻ കൊടുക്കും. നിങ്ങൾ മനസ്സിലായ? യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ വന്നു. യാക്കോബിനോട് ലാബാൻ ചെയ്തത് ഉൽപ്പത്തി 31 6 7 വാക്യം വായര്. എത്ര വട്ടം? ചിലരിങ്ങനെയാണ്, കെട്ടിക്കഴിഞ്ഞാൽ ശ്രീധരൻ കൊടുക്കണ്ട. കെട്ടണത് വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അത് തരും, ഇത് തരും, ആന തരും, തോർട്ടി തരും എന്ന് പറയും. പക്ഷേ ഇപ്പോൾ 2 പെമ്പിള്ളേരെ എന്ത് ചെയ്ത് യാക്കോബിൻ്റെ തലയിൽ വെച്ചു കൊടുത്തതിന് ശേഷം എന്നില്ല, പ്രതിഫലം 10 പ്രാവശ്യം 10 കൊല്ലം മാറ്റി. 10 കൊല്ലം മാറ്റി. എന്നിട്ടോ അപ്പൻ്റെ മുഖം എങ്ങനെ? മുമ്പത്തെ പോലെയല്ല. ഇപ്പൊ ഇവനെ കാണുന്നത് തന്നെ ഒരു കാര്യം. ഇവൻ ചോദിച്ചോണ്ടിരിക്കുകയല്ലേ എന്നും, എനിക്കെപ്പോഴും തരും. ഇപ്പൊ അപ്പൻ്റെ മുഖം യാക്കോബിന് നേരെ എന്തല്ല, മുമ്പത്തെ പോലെ അല്ല. എപ്പോഴും പ്രതിഫലം ചോദിച്ചു തുടങ്ങി അന്ന് മുതൽ യാക്കോബിന് നേരെ ലാബാന്റെ മുഖം വ്യത്യാസമായി. പക്ഷെ ദൈവത്തോട് പറഞ്ഞു, ഞാൻ പോണ വഴി എന്ത് ചെയ്യണം നീ എന്നോട്? എനിക്ക് എൻ്റെ 12 വായര്. കണ്ട, ലാബാൻ 20 വർഷം കൊണ്ട് നിന്നോട് ചെയ്തതെല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക തന്നെ. അവിടുത്തെ ഉടമ്പടി വിട്ടാ? ദൈവം വിട്ടാ ഉടമ്പടി? നീ ഉടമ്പടി ചെയ്തിട്ടാ യാത്ര തുടങ്ങിയത്. ലാബാൻ നിന്നോട് 20 വർഷം ചെയ്തതെല്ലാം ഞാൻ കണ്ടോണ്ടിരിക്കുക തന്നെ. ഉടമ്പടി ചെയ്തിട്ടാണ് നീ യാത്രയെങ്കിൽ നിന്നെ ആരെന്ത് ചെയ്തെന്നാലും ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുക തന്നെ. അതിനുള്ള
പ്രതിഫലം അവൻ കൊടുത്തിരിക്കും. ഇപ്പൊ ലാബാനേക്കാൾ നന്മ ആരുടെ കയ്യിലായി? യാക്കോബിന്റെ കയ്യിലായി. ഇത് കണ്ടപ്പോ വിചാരിച്ച് മരുവാനെ ഒന്ന് ഉടക്കാന്ന്. യാക്കോബ് മുമ്പോട്ട് പോയി 3 ദിവസം കഴിഞ്ഞപ്പോൾ അറിഞ്ഞു യാക്കോബ് നമ്മളെ വിട്ട് എന്ത് ചെയ്തെന്ന് ഓടിയെന്നു. ലാബാൻ അങ്ങോട്ട് ആളുകളെ ശേഖരിച്ച് യാക്കോബിന്റെ പുറകെ വന്നു. അതിൻ്റെ 31-24 ആര്? കണ്ടാ എടാ, ശത്രു നിന്നെ പിന്തുടര വരട്ടെന്നേ. പക്ഷെ ഉടമ്പടി നീ ദൈവമായിട്ട് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിന്റെ ശത്രുവിനോട് ദൈവം പറയും തുടരുത്. അവനോട് ഗുണമായിട്ടോ ദോഷമായിട്ടോ നീ എന്ത് ചെയ്യരുത്, സംസാരിക്കരുത്. കാരണം അവൻ്റെ യാത്ര എങ്ങോട്ട്? ബഥേലിൽ പോകാനാ. ഞാൻ അവനോട് പറഞ്ഞു ബഥേലിൽ പോയി താമസിക്കാൻ. ഞാൻ ദർശനം തന്ന സ്ഥലത്ത് പോയി താമസിക്കാൻ പറഞ്ഞ് അങ്ങോട്ടാണ് അവൻ്റെ യാത്ര. ഞാൻ പറഞ്ഞിട്ടാണ് അവൻ യാത്ര ചെയ്യണത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് യാത്ര ചെയ്യുന്ന എൻ്റെ മകനെ തൊടാൻ, അവരോട് പ്രതികൂലമായി നിൽക്കാൻ ഞാൻ നിന്നെ അനുവദിക്കുകയില്ല. അവൻ ബഥേലിൽ പോയി ഇറങ്ങിയതാ. പക്ഷേ വഴിയിൽ വെച്ച് അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ്റെ റൂട്ട് മാറ്റി. യാക്കോബ് മല്ലൊക്കെ പിടിച്ചു. മല്ല് പിടിച്ചപ്പോൾ ദൈവം പറഞ്ഞ് നിന്റെ പേരെന്താകും? ഇസ്രായേൽ ആകും. ആയില്ല. അവിടെയാണ് വലിയൊരു കുഴപ്പം കാണിച്ചത്. 32-28 വായിച്ചു നോക്ക്. വിളിക്കപ്പെടും, പക്ഷെ ഇപ്പോഴായിട്ടില്ല. ആകണമെങ്കിൽ ഇസ്രായേൽ ആകണമെങ്കിൽ നീ എവിടെ വരണം? പലരും മല്ല് പിടിച്ചിട്ട് ജയിക്കാത്തതിന് കാരണം പിടികിട്ടിയ എവിടെ എത്തിയില്ല നീ ഇതുവരെ. പലരും ഇരട്ട വെളുക്ക കിടന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പിടിയോട് പിടി. വീട്ടിൽ ഇരുന്ന് പിടിച്ചു നോക്കണ്. പക്ഷെ നീ ഇതുവരെ ബഥേലിനകത്തായില്ല. യാക്കോബിനോട് പറഞ്ഞു, സൂര്യനൊക്കെ ഉദിച്ചു യാക്കോബിന്. ദൈവം മുഖാമുഖം കണ്ടിട്ടും മരിച്ചുമില്ല. ദൈവത്തിൻ്റെ സേനയെന്ന് പേരും കിട്ടി. പക്ഷേ നിന്റെ പേര് ഇസ്രായേൽ ആകണമെങ്കിൽ, ഒരു രാഷ്ട്രമാകണമെങ്കിൽ, ഒരു കുടുംബമാകണമെങ്കിൽ, ഒരു ഗോത്രമാകണമെങ്കിൽ നീ എവിടെ വരണം? ബഥേലിൽ വന്നേ പറ്റൂ. നീ ബഥേലിൽ ആകേണ്ട രീതിയിലായാലേ നീ ആദ്യം ഒരു കുടുംബമാകും, അടുത്ത് നീ ഗോത്രമാകും, അടുത്ത് നീ രാഷ്ട്രമാകും. ഇന്ന് പലരും കുടുംബം പോലും ആകാൻ പറ്റാതെ എന്ത് ചെയ്യുന്നു? കാര്യം ഇതുവരെ എവിടെ എത്തിയില്ല? ബഥേലിൻ്റെ അനുഭവത്തിൽ എത്തിയില്ല. യേശാവ് പേടിച്ച് 33-18-20-19 വാക്യമാര്. നോക്കണമേ, ബഥേലിന് തൊട്ടിപ്പുറത്ത്, കനാൽ ദേശത്തിന് തൊട്ടിപ്പുറത്ത് ഒക്കെ, അപ്പുറത്ത് തങ്കേ ഭാഷ സഭയുണ്ട്. തൊട്ടപ്പുറത്തല്ലേ? 2 ബൈറ്റോളയിലല്ലേ? അപ്പുറത്ത് ഹാർവസ്റ്റ് ഉണ്ട്, തൊട്ടപ്പുറത്തല്ലേ? അപ്പുറത്ത് IBC ഉണ്ട്, തൊട്ടപ്പുറത്തല്ലേ? എല്ലാം ബൈറ്റോളയിലല്ലേ? എല്ലാം ബൈറ്റോളയെന്നല്ലേ പറയണത്? ഇതേപോലെ യാക്കോബ് എവിടെ അടിച്ച്? കനാൽ ദേശത്തിന്റെ തൊട്ടിപ്പുറത്ത് 100 വെള്ളിക്കാശൊക്കെ കൊടുത്തൊരു പുതിയ പള്ളിയൊക്കെ വെച്ച് അവിടെ പോകാൻ വിചാരിച്ച് ആ പാസ്റ്റർക്ക് സപ്പോർട്ടായി വന്ന്. പക്ഷേ ദോഷം സംഭവിച്ച ആക്കെന്നറിയാമോ? ശേക്കേമുകാർക്ക് സംഭവിച്ചില്ല, യാക്കോബിന്റെ കുടുംബത്തിൽ ദോഷം സംഭവിച്ചു. വിട്ട് മാറിയപ്പോഴേ, പൈസയൊക്കെ കൊടുത്ത് പുതിയ പള്ളിയൊക്കെ വെച്ച് മാറിയപ്പോ, ഇത് ആരെങ്കിലും ഈ വാക്യം വായിച്ചതിൻ്റെ പൊരുൾ ഗ്രഹിച്ചിട്ടുണ്ടോ?
ഗ്രഹിച്ചവൻ ചാടി പോകുമോ? അവൻ ചാടി തൊട്ടപ്പുറത്ത്, കനാലിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു യാഗപീഠമൊക്കെ വെച്ച് അങ്ങോട്ട് ദൈവത്തെ പറ്റിക്കാന്ന് വിചാരിച്ച് 34-5 ആയിരം. ആക്ക് ദോഷം വന്ന്, മകക്ക് ദോഷം വന്ന്. ചാട്. ഒരു ആലയത്തിൽ വന്ന വിശ്വാസിക്ക് മാറിപ്പോകാൻ ഒരു വ്യവസ്ഥയും ദൈവം വെച്ചിട്ടില്ല. ആർക്ക് മാറിപ്പോകാം? അബ്രഹാമിനെ മാറിപ്പോകാം, കൂടാരം മാറ്റി അടിക്കാം. പിടികിട്ടിയാ? ചാടി അപ്പുറത്തും ഇപ്പുറത്തും ചാടി പോകുമ്പോൾ നിന്റെ തലമുറയുടെ പുറത്ത് ദൈവം ഒന്ന് എഴുതി വയ്ക്കും. യാക്കോബിന്റെ മകൾ ദീനയ്ക്ക് ദോഷം സംഭവിച്ചു. യാക്കോബ് ഭയപ്പെട്ടു. യാക്കോബ് പറയുകയാണ് 35:1-5 വരെ വാര്. നിന്റെ വാക്ക് എന്തരായിരുന്നു? ഈ തൂണ് ആലയമായി മാറും എന്നല്ലേ നിന്റെ കഷ്ടകാലത്ത് പറഞ്ഞത്? ഇപ്പം ഇത്തിരി പൈസയൊക്കെ വന്നപ്പോൾ അഹങ്കാരം കൊണ്ട് വേറെ പള്ളിയും വെച്ച് ചാടി പോവാന്നാ. കയ്യിൽ പൈസ വന്നില്ലേ? എടാ, നിനക്ക് സ്വസ്ഥത വേണമെങ്കിൽ, നിന്റെ വാഗ്ദത്തം നിറവേറണമെങ്കിൽ നീ എവിടെ പോയി പാർക്കണം? നിന്റെ കഷ്ടകാലത്തിൽ ഉത്തരം തന്ന സഭയിൽ നീ വരണം. അടുത്ത് അപ്പൊ എന്തിനാണ് അന്യദൈവമായിട്ട് കിടന്നത്? കാതിലും കഴുത്തില്ല തൂങ്ങിയത്. ഇത് ഊരാത്ത ഒരുത്തനും എവിടെ വരൂല, ബഥേലിനകത്ത് വരൂല. പള്ളിക്കകത്ത് തന്നെ വന്നിരിക്കാം, പക്ഷെ ബഥേലിനകത്ത് വരൂല. ദൈവിക വാഗ്ദത്തത്തിനകത്ത് വരൂലെന്ന്. ഇപ്പൊ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മോനും മരുമോളും ഒക്കെ ഉണ്ട്, പക്ഷെ അവര് വാഗ്ദത്തത്തിനകത്ത് വരൂല. വീട്ടിൽ കാണും, പക്ഷെ വാഗ്ദത്തത്തിനകത്ത് കാണൂല. പിടികിട്ടിയാ? ഇത് ഊരണം. കാതിലും കഴുത്തിലും കിടക്കുന്ന കുണുക്ക് എന്ത് ചെയ്യണം? നീ വീട്ടിനകത്ത് വരും, പക്ഷെ വാഗ്ദത്തത്തിനകത്ത് വരൂല. പല കുടുംബത്തിലും കിടക്കുന്ന അക്കിടി അങ്ങനെയാ. വീട്ടിനകത്ത് വന്ന് ഞാനും പെന്തക്കോസിൽ പോകണം, ഞാനും പ്രാർത്ഥിക്കാൻ പോകണം, ഞാനും അന്യഭാഷ പറയണം, ഞാനും. പക്ഷെ നീ എവിടെ വന്നില്ല? വാഗ്ദത്തത്തിനകത്ത് വന്നില്ല, വീട്ടിനകത്ത് വന്നു. നീ വന്നത് അവിടെ യുദ്ധത്തിനായിട്ടാണ്, അല്ലാതെ ദൈവവുമായിട്ടൊരു ഹാല്യാസ്വദനം ഇണങ്ങിപ്പോകാനല്ല നീ വന്നത്. നീ വന്നത് ആ കുടുംബത്തിനകത്ത് യുദ്ധം ചെയ്യാൻ. അതിനൊരു തെളിവ് ഞാൻ പറഞ്ഞാൽ, അയ്യോവിൻ്റെ പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യം തൊട്ടൊന്ന് വായര്. അപ്പൊ നീതിയുടെ എന്തിനാണ് ആ വീട്ടിലെ നീതിയുടെ എന്താണ്? പറ. ആ വീട്ടിനകത്തുള്ള നീതിയുടെ എന്താണ്? പൊന്നും നീതിയേട് നിന്റെ കൂടാരത്തിൽ നിന്ന് അകത്തികളെ. അടുത്ത വാക്ക്, നിന്റെ പൊന്ന് പൊടിയിലോട്ട് എറി. നീ വിലമതിപ്പായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഓഫീർ തങ്കം എടുത്ത് എറിഞ്ഞിട്ട് പ്രാർത്ഥിര്. ഇത് നിന്റെ വീട്ടിനകത്തുള്ളിടത്തോളം കാലം ആ വീട് എന്താണ്?
നീതികേടിന്റെ വീടാ. ആ വീട്ടിനകത്തുനിന്ന് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഉപദേശം നിന്റെ തലമുറ കേൾക്കില്ല. നിന്റെ തലമുറയുടെ ഹൃദയത്തിനകത്ത് ആ വചനം സംഗ്രഹിക്കുകയുമില്ല. അത് ഊരി മാറ്റ്. അടുത്ത വായര്. കണ്ട, ഇത് ഇത്രയും നീ മാറ്റുമ്പോൾ സർവശക്തനായ ദൈവം നിന്റെ പൊന്നും വെള്ളിവാളവുമായി വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. വീണ്ടെടുപ്പുകാരനായി മാറും. അടുത്ത് കണ്ട, ഇതിന് ശേഷമേ നീ പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? പ്രാർത്ഥന ദൈവം കേൾക്കൂ. ഇങ്ങനെയുള്ള ഒരാൾ നിന്റെ വീട്ടിനകത്ത് മതി. പ്രാർത്ഥന കേൾക്കാതിരിക്കണതിന് കാരണം മനസ്സിലായ? അപ്പോൾ നീ ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. ചിലരൊക്കെ വിചാരിക്കുന്നത് എടാ ഇത് പഥ്യ ഉപദേശമാണ്. അല്ല, പണ്ടത്തെ ആയുർവേദ വൈദ്യന്മാർ നമുക്ക് കഷായം തരും, പച്ചവെള്ളം തൊട്ടരുത്. കോഴിവാറ്റൊക്കെ കുടിക്കുമ്പോഴേ അതിനകത്ത് ഒരുപാട് പഥ്യമാണ്. മുത്തോലിക്കരുവാടിൻ്റെ വാറ്റ്, ലേഹ്യം ഇതൊക്കെ കഴിച്ചു നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതിനേക്കാൾ പൗലോസ് പറയുന്നത് ഇത് പഥ്യവചനമാണ്. പഥ്യമാണ് ഇത് വചനം. ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ നീ ഉപയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആകാതെ നീ തീരുമാനിച്ചാൽ അതൊരിക്കലും ആകൂല. പിടികിട്ടിയ? ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബ് പറയുന്നത് നിങ്ങളെ കാതിൽ കഴുത്തിൽ കിടക്കുന്ന അന്യദേവന്മാരെ മാറ്റിയാലേ നമുക്ക് ബഥേലിൽ കയറായി പറ്റും. അവിടെ കയറി വന്നു കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ്റെ അനുഗ്രഹം ആർക്ക് വന്നു? യാക്കോബിന് വന്നു. ഇതാണ് ദൈവത്തിൻ്റെ ആലയം. യാക്കോബിൻ്റെ ദൈവം നിങ്ങൾക്ക് ഉത്തരം നൽകുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പ്രിയ ദൈവമക്കളെ, നല്ല പ്രവൃത്തിയാ ദൈവം നമ്മൾ തുടങ്ങി വെച്ച അല്ലേ? ഫിലിപ്പിയ ലേഖനം 1:4 വാക്യത്തിൽ വായിക്കുന്നു, നല്ല പ്രവൃത്തി നിങ്ങളിൽ ആരംഭിച്ചവൻ അത് അവസാനത്തോളവും തയ്ക്കും. അങ്ങനെയല്ലേ? ആ ആ ആ കണ്ട, ഇന്ന് പരസ്പരം സ്തോത്രം ചെയ്യണം. എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നത്? എന്തിന്? നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. അതേപോലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഈ സഭയിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് സ്തോത്രം പറയണം. എന്തിന്? നല്ല പ്രവൃത്തി നമ്മളിൽ ആരംഭിച്ചവൻ അവസാനത്തോളം നമ്മളെ തികയ്ക്കായി. പക്ഷേ ഇന്ന് വന്ന് ഒരുപാട് കള്ളന്മാർ പ്രസംഗിക്കാൻ കയറി. ഫിലിപ്പിയ ലേഖനം 5:1-15 തൊട്ടൊന്ന് വായിച്ചേ. കണ്ട, ചിലർ ക്രിസ്തുവിനെ അസൂയയോടും പിണക്കത്തോടും പ്രസംഗിക്കുന്നു. നല്ല മനസാക്ഷിയിലല്ല ഇന്ന് പ്രസംഗം. ശരിക്കുള്ള വചന പൊരുളിലും അല്ല പ്രസംഗം. അസൂയയോട്, പിണക്കത്തോട്. നോക്കണമേ, ഒരു ബന്ധനം വന്നാൽ ക്ലേശം വരുത്താനായിട്ട് പ്രസംഗിക്കുന്നവർ, ഒരു പ്രതികൂലം വന്നാൽ അതിനെ നമുക്ക് വേദനിപ്പിക്കത്തക്ക രീതിയിൽ വചനമെടുത്ത് പ്രസംഗിക്കുന്നവർ.
ഇതാ സഭയുടെ നാശത്തിന് കാരണം. ദൈവവചനത്തിൻ്റെ പൊരുളോ മർമ്മവും അല്ല വിവേചിക്കുന്നത്. ഒരാളിന് എങ്ങനെയിട്ട് കൊട്ടുകൊടുക്കാം, അവനെ വേദനിപ്പിക്കാം. മനസ്സിലായ? ഇതാണ് പ്രസംഗം. അടുത്ത കേട്ടാ, ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ശാഠ്യം, അഹങ്കാരം, നിഗളം. പ്രിയ ദൈവമക്കളെ, ഇതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഞാൻ ഇതിൻ്റെ ബഥേലിൽ പോണ കാര്യം ഈ വചനത്തിൽ വന്നത് കണ്ടാ പൊരുൾ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാനീ പൊരുളൊന്നും പറയില്ല, എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല. വചനത്തിൽ വരുന്ന പൊരുൾ നിങ്ങളോട് പറയണം. അല്ലാതെ ഹല്ലേലൂയ സ്തോത്രം എവിടെയെങ്കിലും കിടക്കുന്ന കാര്യത്തെ ചുറ്റി കളഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ട് അടി തരത്തക്ക രീതിയിൽ പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് വാശിയും വൈരാഗ്യം കൂടുന്നതല്ലാതെ ഒരു ചുക്കും നടക്കില്ല. ഇങ്ങനെയുള്ളവർ ഫിലിപ്പിയ ലേഖനം 3:15 അപ്പം പ്രസംഗിക്കുന്നവർ എന്താണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്രിസ്തുവിനും ക്രൂശിനും ശത്രുക്കളായി പ്രസംഗിക്കുന്നു. ഇതിൻ്റെയൊക്കെ പൊരുൾ തിരിക്കാൻ ഒരുപാട് സമയം എടുക്കുക കേട്ടോ. അതുകൊണ്ട് ആ ഭാഗത്തേക്കിട്ട് നമ്മൾ ക്രിസ്തുവിനും ക്രൂശിനും ശത്രുക്കളായി നടക്കുന്നവരാരെന്നൊക്കെ തെളിയിക്കാൻ ഒരുപാട് സമയം എടുക്കും. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത് അവൻ്റെ അവസാന നാശം. സത്യമായിട്ട് ഞാൻ പറയുന്നത്, അങ്ങനെ പ്രസംഗിക്കുന്നവനെയും അങ്ങനെ പ്രസംഗിക്കുന്ന വിശ്വാസിയുടെ തലമുറ ഒന്നും ദൈവസഭയിൽ കാണൂല. അവൻ്റെ തലമുറകളൊന്നും. നീ ഒരു വിശ്വാസിയായി വന്നിട്ട് ക്രിസ്തുവിന് വിരോധമായിട്ടുള്ള രീതിയിൽ വാക്കും പ്രവൃത്തിയും ഉണ്ടെങ്കിൽ, ക്രൂശിന് വിരോധമായ രീതിയിൽ വാക്കും പ്രവൃത്തിയും ഉണ്ടെങ്കിൽ, നിന്റെ തലമുറ ഒന്നും ദൈവസഭയ്ക്കകത്ത് കാണൂല. ദൈവം അറുത്തുകളെയും വേരോടെ.